Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാക്ടർ ട്രീയിലെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സാണ് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. അപ്പം 2 × 70 ദറ്റ് ഈസ് 140. ഇവിടെ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള നമ്പർ 140 ആണ്. അതുപോലെ ഇവിടെയാണെങ്കിൽ 5 × 7 ദറ്റ് ഈസ് 35. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 1 മാർക്കിന് എന്ത് എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് രണ്ടാമത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. വേറൊരു ഫാക്ടർ ട്രീ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത് ഇവിടെ രണ്ട് നമ്പേഴ്സാണ് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നമ്പർ എങ്ങനെ എഴുതാം? 3 × 13 ദറ്റ് ഈസ് 39. ഇവിടുത്തെ ഒരു നമ്പർ നമുക്ക് കിട്ടി. അടുത്തത് ഇനി നമുക്ക് ഇവിടുത്തെ ഒരു നമ്പറാണ് അറിയില്ലാത്തത് അല്ലേ. ഇത് കിട്ടാനായിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ പറഞ്ഞു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ നമ്പർ തന്നെയാണ് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 156 കിട്ടുന്നത്. 78 × ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 156 കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ മിസ്സിങ് ആയിട്ടുള്ള നമ്പർ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 156 ഡിവൈഡഡ് ബൈ 78. 156 ഡിവൈഡഡ് ബൈ 78 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്കിവിടെ 2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ 2, ഇവിടെ 39. 1 മാർക്കിന് ഒരു വിത്തിൻ 15 സെക്കൻഡ്സ് പോലും വേണ്ട ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട് 1 മാർക്ക് നമുക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 20,570. സെക്കൻഡ് ക്വസ്റ്റ്യൻ 58,500. 20,570യുടെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം നമുക്ക്. 20,570 ഈക്വൽ ടു സൈഡിൽ നമ്മൾ 20,570 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അതിന് 2 വെച്ച് ട്രൈ ചെയ്യാം. 20,570 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ കിട്ടുന്നത് 10,285. 10,285. ഇനി ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ഇത് 5 കൊണ്ട് ഡിവിസിബിളാണ്. 5 എടുക്കും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2057. ഇനി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 11 കൊണ്ട് ഡിവിസിബിളാണ് ഈ നമ്പർ. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 187. 187 പിന്നെയും 11 കൊണ്ട് ഡിവിസിബിളാണ്. 11 × 17. 17 പ്രൈം നമ്പറാണ്, പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 20,570യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2 × 5 × 11 × 11 × 17. 20,570യുടെ പ്രൈം ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. അതുപോലെ ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എ ആയിരുന്നു. 58,500 divided by 5, 11,700. Again divided by 5, 2,340 divided by 5, 468. 468 നമുക്കിനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 468 ഡിവൈഡഡ് ബൈ 2, 234. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 117. 117 3 കൊണ്ട് ഡിവിസിബിളാണ്. സം ഓഫ് ഡിജിറ്റ്സ് 7 + 1 8, 8 + 1 9. അപ്പോൾ അത് 3 കൊണ്ട് ഡിവിസിബിളാണ്. 117 ഡിവൈഡഡ് ബൈ 3, 117 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ കിട്ടുന്നത് 39. 39 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 13. 13 പ്രൈം നമ്പറാണ്. ഇനി നമുക്കിനി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 58,500 എന്ന് പറയുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് 2 × 2 × 3 × 3 × 5 × 5 × 5 × 13 എന്ന് എഴുതാം.
3 into 3 into 5 into 5 into 5 into 13. സോ രണ്ടിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, the HCF of two numbers is 145 and their LCM is 2175. If one number is 725, find the other. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. LCM of two numbers into HCF of two numbers is equal to product of the two numbers. അല്ലെങ്കിൽ HCF into LCM equal to product of two numbers. Product of two numbers. ഇവിടെ അതിലൊരു നമ്പർ നമുക്ക് 725 തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ നമ്പർ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതിയാവും? സെക്കൻഡ് നമ്പർ ഈക്വൽ ടു HCF into LCM divided by the given number. That is, here ഞാനത് A ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്, divided by A എന്ന് ഞാൻ എടുക്കുന്നു. Thus, second number is equal to 145 into 2175 divided by the given number, that is 725. ഇത് നമ്പേഴ്സ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും നമുക്ക് ആൻസർ 435 ആണ്. അതായത് നമുക്ക് ഫസ്റ്റ് നമ്പർ ഒരു നമ്പർ തന്നിരുന്നു 725 എന്ന് പറഞ്ഞിട്ട്, ദ സെക്കൻഡ് നമ്പർ അതായിരുന്നു ക്വസ്റ്റ്യൻ. സെക്കൻഡ് നമ്പർ ഈസ് 435. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ HCF ഓഫ് ടു നമ്പേഴ്സ് ഈസ് 16 ആൻഡ് ദെയർ പ്രോഡക്റ്റ് ഈസ് 3072. ഫൈൻഡ് ദ LCM. HCF തന്നിട്ടുണ്ട്, ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും തന്നിട്ടുണ്ട്, LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമ്മുടെ റിസൾട്ട് യൂസ് ചെയ്യുക. LCM ഓഫ് two numbers AB into HCF of AB equal to A into B. അപ്പോൾ ഇവിടെ നമുക്ക് A into B പ്രോഡക്റ്റ് ആണ് 3072 തന്നിരിക്കുന്നത്. Therefore LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF. സോ LCM ഓഫ് ടു നമ്പേഴ്സ് അല്ലെങ്കിൽ LCM ഇസ് ഈക്വൽ ടു A into B, അത് ഇവിടുത്തെ 3072 divided by HCF, that is 16. 3072 divided by 16 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 192. അപ്പോൾ നമുക്കിവിടെ HCFും പ്രോഡക്റ്റും തന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് LCM കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF. 3072 divided by 16, so the answer is 192. Last question. Can two numbers have 16 as their HCF and 380 as their LCM? Give reasons. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ HCF 16 ആയിട്ടും അതിൻ്റെ LCM 380 ആയിട്ട് ഒക്കർ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ ടോപ്പിക്ക് എടുത്തപ്പോഴേക്കും ലാസ്റ്റ് ഒരു റിസൾട്ട് പറഞ്ഞിരുന്നു. LCMത്തിനെ നമുക്ക് HCF കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ട് നമ്പേഴ്സിൻ്റെ LCMും HCFും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ HCF കൊണ്ട് LCMത്തിൻ്റെ വാല്യൂവിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 380നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 380 divided by 16, 2 times 32, 6, 16 into 3, 48, റിമൈൻഡർ 12. ഇല്ല, ഈ ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ നമുക്കിവിടെ 23 എന്ന് പറയുന്ന കോഷ്യൻറ്റും റിമൈൻഡർ നമുക്ക് 12 ആയിട്ട് കിട്ടി. അപ്പോൾ 380നെ 16 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ HCF 16ഉം LCM 380 ആയിട്ട് ഒക്കർ ചെയ്യില്ല. അപ്പം നോ എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺ ഡിവൈഡിങ് 380 by 16 we get 23 as the quotient and 12 as the remainder. Since LCM is not exactly divisible by the HCF, two numbers cannot have 16 as their HCF and 380 as their LCM. അപ്പോൾ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതിൽ കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഓരോ പോയിന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ടും ഓർത്ത് വെച്ചിരിക്കണം.
കാരണം 20 മാർക്സാണ് ഇപ്പോൾ ഉള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ റിസൾട്ട്സുകളല്ലേ ഈവൻ ഇപ്പോൾ നല്ല ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ്റെയൊക്കെ ഇത് ഓർത്ത് വെച്ചാലേ നമ്മൾ ആ എക്സാമിൻ്റെ സമയത്ത് പെട്ടെന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. 1 മാർക്ക് ക്വസ്റ്റ്യനൊന്നും ഒരുപാട് സമയം കളയാൻ നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. എല്ലാം നല്ല ക്ലിയർ ആയിട്ടും ഞാൻ ഈ തരുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ നിങ്ങൾ ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ടത് കമ്പയർ ചെയ്ത് നോക്കുക, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായോ. മനസ്സിലാവാത്തവർ എന്നിട്ടും ഡൗട്ട്സ് ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ഡൗട്ട്സ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടെ അത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.